ടൈം എടുക്കും പോലും വാങ്ങിയിട്ട് ഇടങ്ങാറായി. അങ്ങനെ പറയാം. നല്ല തിരക്കാട്ടോ. ഗായ്സ് ബ്ലോക്ക് എന്നെല്ലാം പറഞ്ഞാൽ ഇതാ ഇപ്പം ഒന്ന് ഫ്രീ ആയത് 3/4 മണിക്കൂറായി, അരമണിക്കൂറിലധികമായി. ഗായ്സ് ഞാനല്ല ഒന്ന് കണ്ണൂർ പോയാട്ടാ. തഫിനും ഇനുവിനും കൂട്ടുന്നുണ്ട്. സംഭവം വെച്ചാലേ തഫിൻ്റെ ഫോണില്ലേ, പുതിയ ഫോണ് വിവോ V30e മോഡൽ. അപ്പോൾ അതിൻ്റെ ക്യാമറയിൽ ഫോഗ് വരുന്നുണ്ട്, അതായത് ബാക്ക് ക്യാമറയിൽ. അത് വാങ്ങിയാലേ ഉണ്ട്. ആദ്യമൊന്നും അത്ര വല്ല കാര്യമാക്കിയില്ല, തീരെ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോഗ് കയറുന്നു പോകുന്നു ഇതന്നെ അവസ്ഥ. അപ്പോൾ ഞാൻ പഴയങ്ങാടിയിൽ ഷോപ്പ് നിർത്തി. അപ്പം പഴയങ്ങാടിയിൽ അവിടെ പോയ സമയത്ത് അവിടെ വിവോൻ്റെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവർ കോൺടാക്റ്റ് നമ്പർ വാങ്ങി. അപ്പം എന്നോട് പറഞ്ഞാൽ കണ്ണൂർ അവരെ വിവോൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അടുത്തേക്ക് പോയാട്ടോ. ഇപ്പം വൈകിട്ട് 4 മണി കേട്ടോ. 3/4 മണിക്കൂർ ഓട്ടോ ഉണ്ട്. 5 മണി 6 മണി 6 മണി വരെയായിട്ടാണ് അവിടെ ഇപ്പോൾ പോയിക്കോന്ന് പറഞ്ഞു. ഇപ്പം പോയി കഴിഞ്ഞാൽ അവർ നോക്കാമെന്ന് പറഞ്ഞു. അതിൽ പോയി നോക്കട്ടെ. ഓക്കെ, പെട്ടെന്ന് സെറ്റ് ചെയ്യണം, അല്ലാണ്ട് പിന്നെ എന്താ പറയുക, ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എടുത്ത് കുറച്ച് ഒരു 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഫോഗ് കയറുന്നു. 1 മിനിറ്റ് വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ഫോഗ് കയറുന്നു, നല്ല ഫോഗ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാട്ടാ. ആയാ എന്നാ വേമ്പാ വരുന്നുണ്ടാ? വരുന്നാ? നീ വരണ്ട, നീ ഇടുന്നോ? നീ ഇടുന്നോ? എന്നാ വേമ്പാ. ഫോൺ വാങ്ങിയിട്ട് ആകെ 1 മാസമാണ് അത്രേ. അപ്പോഴത്തേക്ക് അങ്ങനെയായി. അപ്പോൾ അങ്ങനെ ഉണ്ട് പോലും. അപ്പോൾ അവൾ വിചാരിച്ചത് വേഗം പോകുന്നു വിചാരിച്ച്. പിന്നെ പോകുന്നു വരുന്നു ഇതന്നെ. ഏതായാലും പോട്ടെട്ടോ കണ്ണൂരേക്ക്. ഓക്കെ ഗോയ്സ്, അങ്ങനെ കണ്ണൂരെത്തിയേട്ടാ. നമ്മളെ വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. ഇതേ വണ്ടി ഇനുവാ. അപ്പോൾ ഇതാ വിവോ സർവീസ് സെൻറ്റർ മുകളിലേക്കല്ലേ? മുകളിലേക്കല്ലേ. ഇത് എത്രാമത്തെ ഫ്ലോറാണ്? അവിടെ ഇതിനാ 4th ഫ്ലോർ കേട്ടോ. 4th ലിഫ്റ്റ് ഉണ്ട്. ഗൈസ് ബില്ലെടുക്കാൻ വിട്ടുപോയി. ബില്ല് വണ്ടിയിലുണ്ട്, വീട്ടിലല്ല. വണ്ടീൻ്റെ സീറ്റിൻ്റെ അടിയിലുണ്ട്. എടുക്കട്ടെ. പിന്നീടല്ലോ ഇത് നമ്മളെ ഈ ഫോണിന് മാത്രമല്ല കേട്ടോ, നമ്മളെ ചങ്ങായിൻ്റെ ഫോണിന് ഇതേ സെയിം സംഭവമുണ്ട്. അവൻ്റെ ഫോൺ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. അവൻ പുതിയ എടുത്ത പാട് ഞാൻ കണ്ടിന് ആ ഫോൺ. അവനൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഓനിക്കും അറിയില്ല സംഭവം, വാങ്ങിയ പാടല്ലേ. അപ്പോൾ എൻ്റെ ഈ ഫോണിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലോ അവൻ പറഞ്ഞു എൻ്റെ ഈ പ്രശ്നമുണ്ട്. 4th എത്തിയില്ലേ? ഇത് തന്നെ അല്ലേ? വിവോ. അപ്പോൾ നോക്കട്ടെ. ഓക്കെ, കുറേ ടൈം എടുക്കും പോലും വാങ്ങിയിട്ട് ഇടങ്ങാറായി. അങ്ങനെ പറയാം. ഒരാളത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പോലും. ഗായ്സ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയേട്ടാ. പിന്നെ ഫോഗിൻ്റെ ഇഷ്യൂ ഇത് പല ഫോണിനും വരുന്നുണ്ട് എന്നാണ് അവരിപ്പോൾ പറഞ്ഞത്. സംഭവം കാലാവസ്ഥൻ്റെ ഇത് മാറുമ്പോൾ സംഭവിക്കുന്നത്, കാലാവസ്ഥ മാറുമ്പോൾ സംഭവിക്കുന്നതാണ് ലെൻസിൽ. അപ്പോൾ ഇവിടെ ഒബ്സർവേഷന് വെക്കണം അതൊക്കെ പറഞ്ഞു. നോക്കട്ടെ. നമ്മൾ താഴെത്തി കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോയി കേട്ടോ. ഓക്കെ, ഇടുന്നിട്ട് കാര്യമില്ലല്ലോ, അവിടെ എത്തി ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, വിടാ തഫി, വിടാ. ഇനോടുത്തു ഇങ്ങോട്ട് വന്നേ. ഇന്നാരെങ്കിലും ഇപ്പോൾ പിടിച്ചോണ്ട് പോകും. നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിക്ക് കയറി നാട്ടിലേക്ക് പോകുമ്പോൾ ഇത് കണ്ണൂർ തന്നെ ഉണ്ടത്രേ. അപ്പോൾ ഭയങ്കര തിരക്കീട്. മുമ്പ് നമ്മൾ 1 വട്ടം വന്നിനല്ലേ തഫി? എപ്പോൾ എത്ര വട്ടം വന്നിന്? 2 വട്ടം അല്ലേ? 2 പ്രാവശ്യം വന്നിന്. അപ്പോൾ മുമ്പ് 1-2 വട്ടം കയറിന്. 2 വട്ടം കയറിന്. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒരുപാട് കടിയുണ്ട്. അതാണ് നല്ല തിരക്കാട്ടോ. ഷവർമ്മയുണ്ട്, ഭയങ്കര ആൾക്കാർ. എടി ഇതെന്താന്ന് ഇവനെ മധുരം കമ്മി. ഓക്കെ. എടാ അതിന് മുകളിൽ വേറെ എന്തെങ്കിലും? അതിന് മുകളിൽ ഫസ്റ്റ് എടുത്തേ അതിലിടുക. ഒരു മധുരം കുറവ് കിട്ടി.
ഒരു നോർമൽ ചായ അവിടെ കൊണ്ടുവരാം. എന്തല്ലോ ഞാൻ എന്തോ എടുക്കാൻ പറഞ്ഞിട്ട് എന്തോ എടുത്ത് നല്ല തിരക്ക്. പക്ഷെ നമ്മളെ കണ്ടുതരാൻ വേഗം തന്ന് സാധനം തന്ന്. എന്തോ കടിയുണ്ട്, എന്തോ ഭയങ്കര തിരക്ക്. എന്തോ കടിയിലുണ്ടാന്ന് ഭയങ്കര തിരക്ക്. ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും എടുക്കും, അങ്ങനെ എടുത്തുന്ന സാധനം. ഇനുവിന് ബൂസ്റ്റ് ചായ മോശമില്ല കേട്ടോ. മധുരം കുറക്കാൻ വേണ്ടി നല്ലോണം കുറച്ച്, കുഴപ്പമില്ല, നല്ല തന്നെ. ഇതിൻ്റെ പേരെന്താ തപ്പി? നമ്മൾ ഇവിടുന്ന് പോയി കേട്ടോ. ഇതാ കട, ഇതാ ബാക്ക് സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇരുന്നിട്ട് കഴിക്കാം. ഓക്കെ, അങ്ങനെ മോശമില്ലാത്ത ആൾ, നല്ല ആളുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ കുറച്ച് കുറഞ്ഞതാ. അപ്പോൾ ഇവിടുന്ന് പിടിയാട്ടോ നേരെ നാട്ടിലേക്ക്. ഓക്കെ, പയങ്ങാടി പോകണം. പയങ്ങാടി പോയിട്ട് രാവിലെ കാണണം. ഗായ്സ്, ബ്ലോക്ക് എന്നെല്ലാം പറഞ്ഞാൽ ഇതാ ഇപ്പം ഒന്ന് ഫ്രീ ആയത് 3/4 മണിക്കൂറായി. അരമണിക്കൂറിലധികമായി. ഇതാ നമ്മൾ ഈ റോഡ് കയറുമ്പോൾ ഒന്ന് ഫ്രീ ആയ. എൻ്റെ പടച്ചോനെ, ബ്ലോക്ക് എന്നെല്ലാം പറഞ്ഞാലല്ലോ ജാതി ബ്ലോക്ക്. അരമണിക്കൂറിലധികമായി നമ്മൾ തോയന് വരുന്നു. നീങ്ങുന്നില്ല വണ്ടി, കാരണം അങ്ങനെ ബ്ലോക്കാണ്. എന്താ ചെയ്യുക? സുഖമല്ലെങ്കിൽ വാ, ഇറങ്ങ്, കൂട്ടുന്നിറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ്, വാ. ചായ കുടിച്ചാ? ചായ അതിനെ വിളിച്ചത് ഞാൻ വിളിച്ചു. നീ രണ്ടാമതിനെ കട്ടാക്കിയിട്ട് ഞാൻ വിളിച്ചിട്ടേ ചായ കുടിക്കാൻ വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. കണ്ണൂർ കൂടുന്നത്രല്ലേ. കസ്റ്റമറിനെ സാറ്റിസ്ഫാക്ഷൻ തൃപ്തിപ്പെടുത്താൻ വേണ്ടിക്ക് അവർ മൊബൈൽ റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവർ പറയുന്നു റീപ്ലേസ് ചെയ്താലും ഫോഗ് അതിനും വരാൻ സാധ്യതയുണ്ട്. ഇപ്പം വരുന്ന അധിക മൊബൈലിനും ഫോഗ് ഉണ്ട്. അതൊരു കംപ്ലൈൻ്റ് അല്ല, അത് കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകും. സർവീസ് ചെയ്തിട്ട് എന്താ കാര്യമില്ല, അത് കംപ്ലൈൻ്റ് അല്ല എന്നല്ല പറയുന്നത്. കംപ്ലൈൻ്റ് അല്ല, പക്ഷെ ഞാൻ നിങ്ങൾ ഈ തൃപ്തിക്ക് വേണ്ടിക്ക് പുതിയ റീപ്ലേസ് ചെയ്ത് തരാം. പക്ഷെ അതിനും വരും കാര്യം. ഇപ്പോൾ അധികം മൊബൈലിനും വരുന്നുണ്ട്, കാലാവസ്ഥ മാറുമ്പോൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ പ്രോബ്ലം അല്ല എന്ന് പറയുന്നു, കംപ്ലൈൻ്റ് അല്ല. ഇല്ല, അതാണ് പ്രശ്നം. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ മൊബൈലിൻ്റെ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഫോഗ് കയറുന്നു കേട്ടോ. കുറച്ച് സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഫോഗ് കയറുന്നു. അതിൻ്റെ ഉള്ളിൽ ലെൻസിൻ്റെ ഉള്ളിൽ ഫോഗ് കയറുന്നു. പുറത്താകുമ്പോൾ നമുക്ക് തുടക്കാം, ഉള്ളിലല്ല കയറുന്നത്. സംഭവം മൊബൈൽ ഒന്നുമില്ല. ക്യാമറ ഓൺ ആക്കുമ്പോൾ മൊബൈൽ ചെറുങ്ങനെ ഹീറ്റായി തുടങ്ങുമല്ലോ, ആ സമയത്താണ് ഫോഗ് വരുന്നത്. അവർ റീപ്ലേസ് ചെയ്ത് തന്നാൽ നമുക്ക് പുതിയ ഫോണായി. പക്ഷേ പിന്നീട് ഈ ഫോഗിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് റീപ്ലേസ് നടക്കില്ല, സർവീസ്. ഞാൻ ചോദിച്ചപ്പോൾ സർവീസാണ് പറഞ്ഞത്. സർവീസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഏതായാലും പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടി എന്താ വേണ്ടി? നമുക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല, എന്താ പ്രശ്നം? പക്ഷെ എനിക്കെന്ത് ഡൗട്ട് അറിയാം, ഈ മൊബൈൽ ഞാൻ വാങ്ങാൻ കാരണം നമ്മളെ ചങ്ങായിൻ്റെ ഫോൺ കണ്ടിട്ടുള്ളത് ഞാൻ വാങ്ങുന്നത്. സംഭവം ചെയ്യാം, നമ്മളെ ചങ്ങായിണ്ട് അനസ്, ഇവിടെ നമ്മളെ ജംഷീൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ ഓൻ ഈ ഫോൺ വാങ്ങി. അവൻ വാങ്ങിയ ദിവസം ഞാൻ ഈ ഫോൺ കണ്ട്, അങ്ങനെയാണ് ഞാൻ ഈ ഫോൺ അറിയുന്നത്. അപ്പോൾ വലിയൊരു കുഴപ്പമില്ല, മോശമില്ല, വലിയൊരു പ്രശ്നമില്ല എന്നില്ലെങ്കിൽ, മോശമില്ല എന്നില്ലെങ്കിൽ ഞാൻ ചെയ്താലും വാങ്ങാം. അങ്ങനെയാണ് ഈ ഫോണ് വാങ്ങുന്നത്. എന്നിട്ട് എൻ്റെ ഈ ഫോഗിൻ്റെ പ്രശ്നം ഈ അടുത്ത് അവനെ വിളിച്ച് പറയുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ ഇതേ പ്രശ്നമുണ്ട്, ഞാൻ വാങ്ങിയത് മുതലേ ഇതിൽ ഫോഗുണ്ട്. അവന് വിചാരിച്ച് ഇങ്ങനെ ഇടക്ക് വരും, ഇടക്ക് പോകും, അങ്ങനെ പോയിക്കോളും വിചാരിച്ചിട്ട് നിൽക്കുന്നതാന്ന് പറഞ്ഞു അവൻ. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ഈ മൊബൈലിന് ഫോഗ് വരുന്ന അറിയുന്നത് കേട്ടോ. ഇവനെ നിൻ്റെ ഫോൺ ഏതാന്ന്? ഓപ്പോ അല്ലേ?
ഇതുവരെ ഫോഗ് ഉണ്ടായിനാ ഇല്ലല്ലോ. പക്ഷെ അവൻ പറയുന്നത് X100 ഉണ്ട്. പക്ഷേ X100 താഴത്തെ ഇവൻ്റെ X100 അല്ല, അതിനൊന്നും ഇല്ലല്ലോ. അതിനൊന്നും അവൻ എന്നോട് പറഞ്ഞേ എനക്കൊന്നും ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ താഴെന്ന് അവൻ പറഞ്ഞു. ഇല്ല ഫോഗിൻ്റെ അവൻ്റെ X100 പ്രശ്നമില്ല. ഇല്ല അല്ലേ. പിന്നീടല്ലോ ഞാൻ അവിടെ നിന്ന് തന്നെ ആ സർവീസ് സെൻ്ററിന് മുമ്പിൽ നിന്ന് വീഡിയോ എടുത്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് ഇതാ എടുത്ത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതായി ഫോഗ് കയറി. ഞാനുണ്ടാവും എനിക്ക് കാണിച്ചു കൊടുത്ത് ഇതാണ് സംഭവം. ഫസ്റ്റ് എടുക്കുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നു. പിന്നെ അത് മങ്ങി അതായത് ഫോഗ് കയറുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞ് ഒരു തീരെ സുഖമില്ലാത്തൊരവസ്ഥയായി. അതിനായിട്ട് അവൻ എനിക്ക് കാണിച്ചു കൊടുത്തത്. അപ്പം പറഞ്ഞാൽ ഫോഗ് ഉണ്ട്. ഇതാണ് അവസ്ഥ. എന്താക്കണ്ടേ രാഹുൽജി? റീപ്ലേസ് ചെയ്തിട്ട് നമ്മളെ റൈനാസ് എന്താ പറഞ്ഞറിയാ? റൈനാസ് പറഞ്ഞു വെച്ചാൽ എന്നാ ഒരുപക്ഷെ അതിന് ഫോഗില്ലെങ്കിലോ. എൻ്റെ കസിംബ്രോ ഉണ്ട്. പുതിയ കിട്ടിയെന്നുള്ളത് കസിംബ്രോ ഉണ്ട് റൈനാസ്. അപ്പോൾ റൈനാസ് പറഞ്ഞ് റീപ്ലേസ് ചെയ്ത് നോക്ക്. കാര്യം ഒരുപക്ഷെ അതിന് അങ്ങനെ വന്നിട്ടില്ലെങ്കിലോ, ഫോഗിൻ്റെ ഇഷ്യൂ ഇല്ലെങ്കിലോ. അപ്പോൾ അതായിരിക്കും നല്ലത്. പക്ഷേ ഫോട്ടോസെല്ലാം മാറ്റണം അല്ലേ? പിന്നെ ഫോട്ടോസെല്ലാം എന്നിട്ട് പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ കൊടുക്കണം. എന്നാൽ പിന്നെ 5 ദിവസം വെക്കും തന്നെടാ ഇവനെ. 5 ദിവസം വെച്ച് കഴിഞ്ഞാൽ നോക്കി ചെയ്യാമല്ലേ. ഇനിയിപ്പം റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ കൊടുക്കണം. 5 ദിവസം കഴിയും കിട്ടണമെങ്കിൽ, പുതിയ ഫോൺ കിട്ടണമെങ്കിൽ. റീപ്ലേസ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. ഓക്കെ. എൻ്റെ മക്കളെ കണ്ണൂരൊക്കെ വണ്ടിയിൽ ഓടിയിട്ടുണ്ടല്ലോ. കണ്ണൂരിൽ നിന്ന് തിരിച്ച് ഫോഗ് കയറിയിട്ടാ ഫുൾ സീനാക്കി. കംപ്ലീറ്റ് സീന് ഇല്ലടാ. കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ ചങ്ങായി രാവിലെ ബ്ലോക്ക് എന്നെല്ലാം പറഞ്ഞാൽ ജാതി ബ്ലോക്ക്, വല്ലാത്ത അവസ്ഥ. അങ്ങനെ തോനെ വന്നു. കളിക്കാൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. പൊളിക്കോ? വന്ന് താലക്കിറങ്ങാല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അതിന് ഒന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, രാവിലെ എണീക്കണം, കണ്ണൂരേക്ക് നോക്കിയിട്ട് പോകണം. നോക്കട്ടെ. ഓക്കെ എന്നാൽ അവനാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യട്ടോ. ചെറിയ വീഡിയോസ്, ഓക്കെ, ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, ഡെയിലി വീഡിയോസ്. ഓക്കെ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് കാണാം. അപ്പോൾ അതുവരെ ബൈ.